പ്രിയപ്പെട്ട കുട്ടികളെ, 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ യൂണിറ്റായ ഫ്രം സ്റ്റോൺ ടു മെറ്റൽ, ശിലകളിൽ നിന്ന് ലോഹത്തിലേക്ക് എന്നുള്ള ക്ലാസ്സിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് നമ്മളിന്ന് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആദിമ മനുഷ്യൻ വനത്തിൽ ജീവിച്ചിരുന്നുവെന്നും വനത്തിൽ തന്നെ ഗുഹകളിലാണ് അവർ വസിച്ചിരുന്നെന്നും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കായ് കനികൾ മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷിച്ചും അവർ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യ ഭാഗത്ത് പഠിച്ചത്. പ്രകൃതിയോട് പൂർണ്ണമായിട്ട് ചേർന്ന് ജീവിച്ചവരെ ശിലകളാണ് പ്രധാനമായിട്ടും ആയുധങ്ങൾ, ഉപകരണങ്ങൾ നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ആ ഉപകരണങ്ങളുടെ പ്രത്യേകത, അവരുടെ ജീവിതത്തിൻ്റെ ചില പരിമിതികൾ, അവരെപ്രകാരമാണ് ശിലകൾ കൂടുതൽ മെച്ചപ്പെടുത്തി പുതിയ തരത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. അങ്ങനെ ശിലായുഗം, സ്റ്റോൺ ഏജ്, ഓൾഡ് സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ്, പുരാതന ശിലായുഗം, ന്യൂ ഓർ നിയോലിത്തിക് സ്റ്റോൺ ഏജ്, അതാണ് നവീന ശിലായുഗം. ഈ യുഗത്തിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. ചരിത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണോ രേഖപ്പെടുത്തിയത് അവയൊക്കെ നല്ല വിധം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്തു. തുടർന്ന് പുതിയ ഭാഗം, ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പുതിയൊരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, പുസ്തകത്തിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ പുസ്തകത്തിൽ പേജ് 21 ഒന്ന് ശ്രദ്ധിക്കുക. പേജ് 21 ഒരു കൂട്ടം ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ചിത്രങ്ങളുടെ പ്രത്യേകത, ഒന്ന്, ആ ആദിമ മനുഷ്യർ, ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ആദിമ മനുഷ്യർ മൊത്തത്തിൽ കുറെ കൂടി സന്തോഷവന്മാരായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, വിവിധ തരത്തിലുള്ള തൊഴിലുകളിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ആശയവും നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒട്ടേറെ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ചിത്രമാണല്ലോ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സാർ ക്ലസ്റ്റർ ഓഫ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ ഒരു നേർചിത്രം നമുക്കവിടെ കാണാൻ സാധിക്കുമോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. അങ്ങനെ ഒരു ഗ്രാമത്തിൻ്റെ ഒരു പശ്ചാത്തലം അവിടെ നൽകിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഈ നവീന ശിലായുഗത്തിലെ ആദിമ മനുഷ്യർക്ക് സംഭവിച്ചത്? നിങ്ങളുടെ മനസ്സിൽ ആ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി കുറേ കാര്യങ്ങൾ ആശയങ്ങളായിട്ട് രൂപീകരിക്കാൻ സാധിക്കും. അവയൊന്ന് കുറിപ്പാക്കുകയും ചെയ്യും. All children, we are passing through the Neolithic or New Stone Age. On page 21, a group of pictures are given. All of you go through such pictures. You can see that the people of the olden age, they are now so happy. You can read it from the face of that people. Just think, why such people were so happy? Can you see a picture of a small village? That means a small village in the early period. If so, can you find out some of the occupations referred in that pictures? What if you try to list out them? The main points you observed are the following. Number 1, those people lived in the Neolithic age. They made huts. Second one, they started agriculture or farming. Third one is that they started cooking of foods. Next one is, number 4 is, they learned the art of pots or vessel making. Vessels made by using mud. Number 5, they were able to make
wheels. Number 6, the most important point, they understood the art of domestication of animals. And number 7, they started a settled life and thereby a social life. ശ്രദ്ധിക്കുക, ഒന്ന്, ആ കാലഘട്ടത്തിലെ ആൾക്കാർ കുടിലുകൾ വച്ച് താമസിക്കാനായിട്ട് തുടങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൃഷിക്ക് ആരംഭം കുറിക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു. മൂന്നാമതായിട്ട് അവർ ആഹാരം പാചകം ചെയ്ത് ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് കടന്നു വരികയും ചെയ്തു. അവർ പാത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് മൺപാത്രങ്ങൾ. മണ്ണുപയോഗിച്ച്, ചെളി ഉപയോഗിച്ച്, പശുപ്പുള്ള മണ്ണുപയോഗിച്ച് പാത്രങ്ങൾ നിർമ്മിക്കാനായിട്ട് അവർ ശ്രമിച്ചു. പിന്നീട് വന്നപ്പോൾ വീലുകളുടെ നിർമ്മാണം. നിങ്ങൾക്കറിയാം, വീലുകൾ ഗതാഗതത്തിന് വേണ്ടി, വാഹനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ അവയുടെ നിർമ്മാണത്തിന് അവരാരംഭം കുറിച്ചു. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് മൃഗങ്ങളെ മെരുക്കി വളർത്താനായിട്ട് തുടങ്ങി. അത് അവരുടെ ഭക്ഷണകാര്യത്തിന് വേണ്ടിയാണ്, അതോടൊപ്പം തന്നെ കൃഷി ആവശ്യത്തിന് ഒക്കെ വേണ്ടി അവരത് ആരംഭിച്ചു. എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നിയത് ഇവർ ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരു രീതിയിലേക്ക് അവർ വന്നു. മാത്രമല്ല, അവര് ഒരു സൊസൈറ്റിയുടെ, ഒരു സമൂഹത്തിന്റെ ജീവിത രീതിയിലേക്ക് വരികയും ചെയ്തു. പ്രത്യേകിച്ച് കൃഷിയുടെ ആരംഭവും മൃഗങ്ങളെ മെരുക്കി വളർത്താൻ തുടങ്ങിയതുകൂടി അവർക്ക് ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകുക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമായിട്ട് മാറിയെന്ന് നമുക്ക് ഗ്രഹിക്കാം. അങ്ങനെയെങ്കിൽ മനുഷ്യ ചരിത്രത്തിലെ ആദിമ മനുഷ്യരിൽ നിന്ന് നവീന ശിലായുഗത്തിലേക്ക് ആളുകൾ കടന്നുപോയതിൻ്റെ ഒരു ലഘു പഠനമാണ് നമ്മൾ ഈ ഭാഗങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അവരെ കടന്നുപോയ മേഖലകൾ തീർച്ചയായിട്ടും ക്ലാസ്സിൻ്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഓരോ സ്റ്റേജ് കടന്നാണ് അവരെ മുന്നോട്ട് പോയത്. അങ്ങനെ അവരെ ശിലായുഗത്തിൽ നിന്ന് അവര് പുരാതന ശിലായുഗത്തിലേക്കും നവീന ശിലായുഗത്തിലേക്കും കടന്നതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതനുസരിച്ചുള്ള നല്ലതായ മാറ്റങ്ങൾ ഈ മനുഷ്യ ചരിത്രത്തിലെ, മനുഷ്യന്റെ പുരോഗതിയുടെ ചരിത്രത്തിൽ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. സോ ഓൾ ചിൽഡ്രൻ, യു ഗോട്ട് എ ഗോൾഡൻ ചാൻസ് ടു ഗോ ത്രൂ ദ പ്രോഗ്രസ് ഓഫ് ദി early human beings. As I stated at the first part, introductory part, human progress is like that of a ladder having so many steps. So they climbed upon each steps. On each steps, they could face so many progress or improvements. Likewise, they passed through, they climbed upon the steps of a Stone Age, Old Stone Age, then New Stone Age or Neolithic Stone Age. So I hope all of you got a clear picture of the progress of the human beings from the stone stage, from the old Stone Age to the New Stone Age. Now we pass on to the second part of this unit, that is Metal Age. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ശിലായുഗം പൂർണ്ണമാക്കിയതിനു ശേഷം നമ്മളിപ്പോൾ ലോഹ യുഗത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും പുരോഗതിയുടെ കൂടുതൽ അനുഭവങ്ങൾ, പുരോഗതിയുടെ കൂടുതൽ മേഖലകളിലൂടെ ആൾക്കാർ കടന്നുപോയതിൻ്റെ ഒരു ചരിത്ര ആലേഖനമാണ് നമുക്കിനിയും കണ്ടെത്താനായിട്ട് സാധിക്കും. അതിലേക്ക് എല്ലാ കുട്ടികളും താല്പര്യത്തോടുകൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ പേജ് 22, പുസ്തകത്തിലെ പേജ് 22ലേക്ക് കടക്കുക. അവിടെ ഒരു പ്രത്യേക തലക്കെട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്, ബ്രോൺസ് ഏജ്. മുതിർന്ന ക്ലാസ്സിലേക്ക് ഉള്ള പഠനത്തിന്റെ ഭാഗമാണ് ഈ പാഠഭാഗം എന്ന് മനസ്സിലാക്കുക നിങ്ങൾ. അതുകൊണ്ട് തന്നെ ബ്രോൺസ് ഏജ് എന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ബ്രോൺസ് ഏജ് എന്നുള്ളതിന്റെ മലയാള വാക്കെന്ന് പറയുന്നത് വെങ്കല യുഗം. വെങ്കല യുഗം എന്നുള്ളതാണ്. വനത്തില് ഗുഹകളിൽ വസിച്ച് കാട്ടിലെ കായ്കനികളെ ഭക്ഷിച്ചും മൃഗങ്ങളെ വേട്ടയാടി പരിവരുത്തതും മൂർച്ചയേറിയതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ച് ജീവിച്ച ആദിമ മനുഷ്യൻ. പുരാതന
ശിലായുഗം, നവീന ശിലായുഗം ഇവയുടെ കടന്ന് കൃഷിക്ക് ആരംഭം കുറിച്ച് മൃഗങ്ങളെ മെരുക്കി വളർത്തി ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് ഒരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിതം ആരംഭിക്കുകയും ചെയ്തു. All children, we pass on to the metal age. In the case of the metal age, the main heading is Bronze Age. And in order to study about the Bronze Age, first of all, we have to understand another metal that is called copper. When we refer the early history, we can see that the early men, they depended at first copper. So we want to think why they depended upon the copper. Is copper has any specialities? Why did they depend upon the copper? The reasons are, number one, copper metal is better. It is easier to sharpen. Second one is, it is easier to mold. Third one is, it is more convenient to use. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ വെങ്കലയുഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യമേ തന്നെ കോപ്പർ എന്ന് പറയുന്ന ഒരു മെറ്റൽ ലോകവസ്തുവിനെ കുറിച്ച് പരിചയപ്പെടുന്നത് നല്ലതാണ്. ആദിമ മനുഷ്യന് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ച ഒരു ലോഹവസ്തുവാണ് തീർച്ചയായിട്ടും കോപ്പർ. അങ്ങനെയെങ്കിൽ ആ കോപ്പറിന് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം കാണുമല്ലോ. എന്തൊക്കെ കാരണം ആയിരിക്കാം? ഒന്ന്, ഇത് വളരെ എളുപ്പമായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. രണ്ട്, മൂർച്ച കൂട്ടാനായിട്ട് ഇത് കുറച്ചുകൂടെ സൗകര്യപ്രദമായിരുന്നു. മൂന്നാമതായിട്ട്, നമുക്ക് കൂടുതൽ ഫലപ്രദമായിട്ട് കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനായിട്ട് കോപ്പർ സാധിച്ചു. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനമാക്കി നമുക്ക് തെളിയിക്കാൻ സാധിക്കും ആദിമ മനുഷ്യൻ ആദ്യമായിട്ട് ആശ്രയിച്ച ഒരു മെറ്റൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കോപ്പർ ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്രകാരം ശിലകളും കോപ്പറും ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങൾ, ഉപകരണങ്ങൾ ആദിമ മനുഷ്യൻ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചു. ഏത് കാലഘട്ടത്തിലാണോ ആദിമ മനുഷ്യന് ശിലകളും കോപ്പറും ഉപയോഗിച്ച് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിച്ചിരുന്നുവോ ആ കാലഘട്ടത്തിന് നമ്മൾ പൊതുവായിട്ട് പറയുന്ന പേരാണ് ചാൽകോലിത്തിക് ഏജ് ഓർ ചാൽകോലിത്തിക് യുഗം. അപ്പം ചാൽകോലിത്തിക് യുഗം എന്നൊരു ഭാഗം മാനവ പുരോഗതിയുടെ ഭാഗമായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ ആദിമ മനുഷ്യൻ ശിലകളും അതോടൊപ്പം തന്നെ കോപ്പറും ഉപയോഗിച്ച് ആയുധങ്ങളും ഉപകരണങ്ങളും നിർമ്മിക്കുകയും അവ പ്രയോജനപ്പെടുത്തുകയും ചെയ്ത കാലഘട്ടത്തിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ചാൽകോലിത്തിക് യുഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ദ പീരീഡ് ഇൻ വിച്ച് ദ പീപ്പിൾ യൂസ്ഡ് ബോത്ത് stone based and copper based tools and machines, that period is called Chalcolithic age. അപ്പം ചാൽകോലിത്തിക് ഏജിന്റെ എന്താണ് നമ്മൾ മനസ്സിലാക്കി. ബ്രോൺസ് കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം കോപ്പർ കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾ, അവയുടെ പ്രാധാന്യം, അവയ്ക്ക് എന്താണ് ജനങ്ങൾ പ്രാധാന്യം കൊടുത്തതെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നീട് ചാൽകോലിത്തിക് കാലഘട്ടം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന്, ശിലകൾ, പാറകൾ ഉപയോഗിച്ച ആയുധങ്ങൾ, അതോടൊപ്പം തന്നെ കോപ്പർ കൊണ്ട് ഉപയോഗിച്ച നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളും ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിനും ചാൽകോലിത്തിക് കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെയെങ്കിൽ നമുക്ക് വെങ്കല യുഗം, എന്താണ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക്? ബ്രോൺസ് കാലഘട്ടം. ആ ബ്രോൺസ് കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ആദ്യമേ തന്നെ എന്താണ് ഈ ബ്രോൺസിനുള്ള, അല്ലെങ്കിൽ ബ്രോൺസ് പറയുന്ന വസ്തു എന്താണ്, എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത്?
ഇത് നമ്മളൊന്ന് പഠിച്ചാൽ രണ്ട് വസ്തുക്കൾ ചേർന്ന് നിർമ്മിക്കപ്പെട്ടതാണ്. ഏതൊക്കെയാണത്? അത് ഒന്ന് ടിന്നും രണ്ടാമത് കോപ്പർ. ടിൻ എന്ന് പറയുന്ന വസ്തു നിങ്ങൾ മുതിർന്നവരോട് ചോദിച്ചാൽ അറിയാം, ഈയം എന്ന് പറയുന്ന വസ്തു. പണ്ട് നമ്മുടെ മത്സ്യബന്ധനത്തിന് ഉപയോഗിച്ചിരുന്ന വലകൾക്ക് മണികൾ നിർമ്മിക്കുമായിരുന്നു, ഭാരം കൂട്ടാൻ വേണ്ടി. അപ്പം അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ഈയക്കട്ടകളാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത്. അപ്പം ടിൻ എന്നുള്ള വാക്ക് ഈയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ടിന്നും കോപ്പറും സംയോജിപ്പിച്ച് സങ്കര ലോഹമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്ത്? ബ്രോൺസ്. അപ്പം വെങ്കലം എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കൾ ചേർന്ന്, ഒന്ന് ടിന്ന്, രണ്ട് കോപ്പർ. സോ try to understand what is bronze. Bronze is made from two materials. Number one is tin and the second one is copper. So a mixing of, a union of both tin and copper gives bronze. അപ്പോൾ ടിന്നും കോപ്പറും ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന ഒരു സങ്കര വസ്തുവാണ് ബ്രോൺസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. So the period in which the people used bronze tools and weapons on large scale, that period is called Bronze Age. ആദിമ മനുഷ്യന്റെ പുരോഗതിയുടെ കാലഘട്ടത്തിൽ എപ്പോഴാണോ അവൻ ബ്രോൺസും മെറ്റീരിയൽസ് അല്ലെ ബ്രോൺസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട, വെങ്കലം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങൾ, ഉപകരണങ്ങൾ നിർമ്മിക്കപ്പെട്ടുവോ, ഉപയോഗിച്ചിരുന്നുവോ, ആ കാലഘട്ടത്തിന് പറയുന്ന പേരാണ് ബ്രോൺസ് കാലഘട്ടം, അല്ലെങ്കിൽ മലയാളത്തിൽ വെങ്കല കാലഘട്ടം. അപ്പോൾ നമുക്കൊന്ന് കടന്നു പോകാം. ലോഹയുഗത്തിലെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആദ്യമേ പഠിച്ചത് കോപ്പർ. കോപ്പറിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ ചാൽക്കോളിത്തിക് കാലഘട്ടമുണ്ടെന്ന് മനസ്സിലാക്കി. ശിലകളും കോപ്പറും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം. മൂന്നാമതായിട്ട് ബ്രോൺസ്, അതാണ് വെങ്കലം എന്ന് പറയുന്നത്. ടിന്നും കോപ്പറും ചേർന്ന് നിർമ്മിക്കപ്പെട്ട, മിക്സ് ചെയ്യപ്പെട്ട ഒരു സങ്കര ലോഹ പദാർത്ഥം. ആ കാലഘട്ടത്തിന് ബ്രോൺസ് കാലഘട്ടം എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. അപ്പം ഇത്രയും ഭാഗം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. പറഞ്ഞു തന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നല്ല രീതിയിൽ മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിക്കുവാൻ. ഓക്കെ, താങ്ക് യു.